അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് പൗ പെട്രോൾ റെസ്ക്യൂ വേൾഡ്. ഞാൻ ഇതിനു മുമ്പ് ഇഷ്ടംപോലെ വട്ടം ഗെയിം കളിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇട്ടൊരു ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ കാണുക. പിന്നെ നമ്മൾ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടില്ല. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുള്ള ഗെയിമില്ലേ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലേ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൗ പെട്രോൾ വേൾഡ്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, വണ്ടി എടുത്ത് വലുത് കറങ്ങി കിടക്കുക, അല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷേ മെഷീൻസ് കാണിക്കും. പക്ഷേ ഇല്ല, മെഷീൻസ് 2 മെഷീൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ റൈഡറിനൊക്കെ ഇതാക്കിയില്ലേ, ആ 2 മെഷീൻസ് 2 മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ കുറേ ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീസൊക്കെ കിട്ടും. പക്ഷെ അത് തന്നെ എടുക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്ഡേറ്റ് വന്നതൊക്കെ, അത് സത്യമാണ്. അപ്പോൾ ഓരോന്നോരോന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഇതൊക്കെയാണ് വേൾഡ്സ്. ഇതൊക്കെ നമ്മളെ പണ്ടത്തെ വേൾഡ്. പക്ഷെ പുതിയതായിട്ട് ഒരു ഗെയിം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള ഗെയിമിൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്ക് കേട്ടോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇഷ്ടപ്പെട്ട ഗെയിംസൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് പറയാം, ഞാനതൊക്കെ ട്രൈ ചെയ്ത് നോക്കും. ഇതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളതില്ലേ, ഇതാണ് ഈ ജെറ്റ് റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ സാധനം. പിന്നെ പബ് ലാൻഡേഴ്സ്. എനിക്ക് എന്താണെന്നറിയില്ല, കൺഫ്യൂഷൻ അടിക്കുക. ഈ പബ് ലാൻഡേഴ്സ് വെള്ളത്തിൻ്റെ അടിയിലാണോ അത് പബ് ലാൻഡേഴ്സ് വെള്ളത്തിൻ്റെ മുകളിലാണോ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു വേൾഡ് സെലക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ അഡ്വഞ്ചർ ബേ സെലക്ട് ചെയ്യാം. നമുക്കപ്പോൾ നമ്മുടെ ഫാർമജൂമിയുടെ സ്ഥലത്തേക്ക് പോവാം. അതായിരിക്കും നല്ലത്. ഇതെന്ത് ലോഡ് ആവത്ത് തോന്നി. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതുണ്ടാവില്ലെന്ന്. പക്ഷേ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ക്യാരക്ടേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മെഷീൻസ് ഇല്ലേ, അത് പഴയതാണ് കേട്ടോ, പഴയ മെഷീൻസൊക്കെ തന്നെ. പക്ഷെ ഇതിൽ പുതിയ മെഷീൻസ് വേണം. മറ്റേ 2 മെഷീൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ മറ്റേ ഇതേ മെഷീൻ്റെ കാര്യം പറഞ്ഞു തരുന്നില്ല. അപ്പോഴേക്കും ഫാർമയോമിയോട് വിളിച്ചു. അതിലാട്ടെ നമുക്കത് കലം പോവാം. അല്ല, ഞാനിപ്പോൾ എന്തിനാ പപ്പ് ടാഗ് അമർത്തിയേ? നമുക്കത് വന്നോടെ തിരിച്ചു പോയി പോയിരുന്നില്ലേ? അതിപ്പോൾ എന്തായാലും നമ്മുടെ കുഴപ്പമില്ല. എന്താ കാണണ്ടായത്, നമ്മുടെ ബെറ്റീനെ കാണാണ്ടായിരുന്നു. ശരിയെന്നാ ഈ ബെറ്റീനെ അവിടെ പോയി കിടക്കാണ്. ഒരു മിനിറ്റ്, അത് ബെറ്റീനല്ലേ? അത് ശരി, ഇതിപ്പോ അവിടെ വിളിച്ചിരിക്കുകയാണത്. ഞങ്ങൾ അവിടെ വിളിച്ച് നമ്മളെന്ത് കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചത്. നമ്മുടെ എഡിറ്റിംഗ് ഉണ്ട് കണ്ടുപിടിക്കാൻ. അതിലോട്ടെ നമ്മളിപ്പോ എന്തായാലും കണ്ടുപിടിച്ച് നമുക്കപ്പോ ഫാർമയോമയുടെ കയ്യിൽ കൊടുക്കാം. എന്നിട്ട് കിടന്ന് കാണിക്കണ് ഡിസ്കോ കളിക്കണം. എന്തിനാട്ടെ നമുക്കത് കലാമെന്ന് ഇവിടെ ഉപയോഗിക്കാം. ഒരു മിനിറ്റ്, ഈ പുല്ല് ചാടുമ്പില്ലേ നമുക്ക് പപ്പ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വടത്തിയാണ് പോയി കിട്ടുമോ? അത് വേണ്ട. ഇതെന്തിട്ട് നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ? ഇവിടുത്തെ എല്ലാ ചിക്കൻസിന്റെ കാലുമില്ലേ ബ്രേസ്ലെറ്റ് ഉണ്ട്. അതിപ്പോ നമുക്കറിയേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഒക്കെ കറങ്ങിയടിച്ചിട്ടൊക്കെ വരാന്ന് നശിപ്പിക്കുന്ന നമ്മുടെ ശരിയാണല്ലോ. അതേട്ടെ, അവൻ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ആരറിഞ്ഞാലും ആവശ്യമില്ല, അങ്ങനെയാണല്ലോ. എന്നാലും ഇതെന്തിട്ടല്ലേ ഫുള്ളും മണ്ണ്. ഗാർബിയൊക്കെ ഉണ്ടല്ലോ. ഗാർബിയോട് ഒരു ഹലോ പറയാം. ഹലോ. ഗാർബിയൊന്നും പറയുന്നില്ല. എങ്ങനെ പറയാനാ, അത് മൃഗല്ലേ, നമ്മളെ പോലല്ലേ. അതിലോട്ടോ നമുക്കിങ്ങനെ ഒരു നശിപ്പിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം. അവിടെ പൗണ്ടൊക്കെ ഉണ്ടല്ലോ, നമുക്കവിടെ കയറ്റാൻ പറ്റുമോ വണ്ടി? പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനധികം ആഴമില്ലല്ലോ. ആഴുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി ഇപ്പോൾ മുങ്ങി പോനെ. ഇപ്പോൾ ചെളിയ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹൗസ് ഫുള്ളായിരിക്കും. ഈ പുല്ല് നമുക്ക് നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, നശിപ്പിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദസ് ഇസ് കൽപ്പുറ്റ്. അങ്ങനെയാണല്ലോ. അതെന്തെങ്കിലും ആട്ടെ. അപ്ഡേറ്റ് കിട്ടി, അതും സൂപ്പർ. എനിക്ക് ഈ സാധനത്തിന് ഇഷ്ടമല്ലേ സാധനത്തിന്. ഇപ്പം അപ്ഡേറ്റ് എന്നൊക്കെ പറ്റി കഴിഞ്ഞാൽ മനസ്സിനെ വെറുതെ വെറുപ്പിക്കും. ആദ്യം ഈ ഗെയിം കളിച്ചപ്പോൾ പപ്പ് ട്രീറ്റൊക്കെ
സോറി സൂപ്പർ ട്രീറ്റ് ഇല്ലേ, അത് നിങ്ങളുടെ ഞാൻ വലിയ ഇൻട്രസ്റ്റഡ് ആയി. ഇപ്പോൾ ഞാനിപ്പോൾ കാണാറില്ല ഈ പപ്പ് ട്രീറ്റ് ട്രീറ്റ്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ആൾക്കാരെ വണ്ടിയൊക്കെ കൊടുത്ത് കളിക്കാം. ഇതിൽ തന്നെ വണ്ടി പിടിച്ച് കളിക്കല് ഷോക്കായിപ്പോയി. എന്നിട്ടത് ഇവിടെ തന്നെ എന്തിനാവോ? ഇവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നാവില്ല, വണ്ടി തന്നില്ല, രണ്ടൊന്നും ഉണ്ടാവില്ല. അതെന്തിനാവട്ടെ, ഈ വഴി പോയി കഴിഞ്ഞാൽ എവിടേക്ക് അണക്ക് അറിയില്ല. നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. എന്തിനാട്ടെ ഏതെന്തടേ റൈഡർ വിളിക്കുന്നുണ്ട്. റൈഡറിന് എന്തിൻ്റെ കട? അടുത്ത പപ്പ് കിട്ടി. ഇതാണ് ഗ്ലിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം ഗ്ലിച്ച്. ഓരോ നേരത്തും പപ്പ് ട്രീറ്റാ. നമ്മൾ റൈഡറെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ തന്നെ നോക്കി റൈഡറിൻ്റെ മുഖത്ത് അണ്ണായി കുത്തിക്കിട്ട് ചെയ്യണം. ഈ കാർട്ടൂണും ഗെയിമും വ്യത്യാസമുണ്ട്, വേറെ ഒന്നുമല്ല. നമ്മളിപ്പോൾ കാർട്ടൂണിൽ നമ്മൾ മറ്റേ വീഴുന്നൊക്കെ ആപ്ഷൻ കാണിക്കില്ലേ എലിവേറ്റർ കയറുമ്പോൾ, പക്ഷെ അതൊന്നും ഗെയിമിൽ കാണിക്കില്ല. എലിവേറ്റർ കയറി അങ്ങ് പോവും, അത്രേ ഉള്ളൂ. അതൊന്നുമില്ല കേട്ടോ, ഇതാണ് ഗെയിം. അതെല്ലാവർക്കും അറിയാം ഇത് ഗെയിമാണെന്ന്. പക്ഷേ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം ഇത് നമ്മുടെ ഫാർമയുടെ പാടത്ത് നടക്കണ കഥയാണ്. ഫാർമയുടെ പാടത്തിൽ കോഴികളെല്ലാം വരണ്ടു. എന്തിനാണ് ഇതാണ്, അതൊക്കെ നമുക്കറിയാം. ഇത് കളിച്ചപ്പോൾ തന്നെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. നമ്മൾ പീറോ ഗെയിമറല്ലേ. എന്തിനാട്ടെ ഇത് നിലടുത്ത് പൗണ്ടല്ല കൂണ്ട്. എന്തിനാട്ടെ നമുക്കെന്തിനാട്ടെ, നമുക്ക് നമ്മളെ പരിപാടി നോക്കാം. നമ്മൾ ചിക്കൻലെറ്റ് കണ്ട് മുക്കണ്ട നമുക്കൊക്കെ അറിയാം എന്താണ്. ചിക്കൻസൊക്കെ ഇഷ്ടപ്പെട്ടു. ഇവിടെ വേൾഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പീറോ എന്ന് വെച്ച് ഇങ്ങനെ അടിക്കും. അതന്നെ ഇതാണ് റൈഡർ. ഇത് നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്തു. നിങ്ങൾക്ക് കിട്ടാൻ പോണത് പപ്പ് ട്രീറ്റ്. മാസി എന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് എന്തിനാടാ നോക്കിയാൽ ഇടിച്ചു കൊല്ലാൻ പറ്റില്ല. നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേസ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് മറ്റേ ടഗ് ഓഫ് വാർ കളിച്ചിട്ട് വീഡിയോ കോളാക്കിയത് കേസ്. ടഗ് ഓഫ് വാർ കളിച്ചിട്ട് നമുക്ക് വീഡിയോ ഇതാക്കാൻ. അതുകൊണ്ട് ടഗ് ഓഫ് വാറിൻ്റെ അടുത്തേക്ക് പോകണം. ടഗ് ഓഫ് വാർ പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് കേസ്. കാണുന്ന വീടാണ്. മേറൂട് വിളിക്കാണ്ട് നോക്കിയിരുന്നു കേസ്. അടിപൊളി, വിളിച്ചു. ഈ മേറൂ ഈ ഒരു പണിയൊന്നുമില്ല, വെറുതെ നിന്നാ പോലെ. നിന്റെ ആവശ്യം മേഘുമ്പളി കാലിന് പറ്റി നോക്കിക്കോട്ടെ. കുറച്ചപ്പോ പട്ടി എന്തിപ്പുണ്ടായേ വേറെ കാലിനൊക്കെ എന്ത് പറ്റി. ചിക്കലായിട്ട് കാണാണ്ടായതുകൊണ്ട് അയാളെ കൂടെ കാണിച്ചല്ലേ പ്രശ്നം, കാലിലെ പ്രശ്നം. അത് പോയി ശരിയാക്ക്. ഈ ചിക്കൻ ലെറ്റർ അവിടെ പോയി എടുക്കുക പണ്ടാര്. തേരിക്കണ്. അല്ല മുത്തുമണി പോവുക. രൂപയുടെ സാധനത്തിനോട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് നമ്മുടെ പരിപാടി തുടങ്ങാം. എന്ത് മാസത്തിനുള്ള വരാൻ പോവാണെന്ന് പറയാൻ പോയിരുന്നു. പൊടിക്കുന്ന ഇത് എന്തിനാട്ടെ, നമുക്കപ്പോൾ ഇതൊന്ന് സെറ്റപ്പാക്കാം. നമ്മുടെ ആൾക്കാരോടാ വാ ആരും വന്നില്ല. ഇതെങ്ങനെയാണോ ഇങ്ങനെയാണ്. ഓക്കെ, ഫസ്റ്റ് ആരെ വരാൻ പോകുന്നത് മാർഷലി. 3, 2, 1 ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഇല്ല വലിക്കട്ട്. ഇതാ ഗോഫാറ്. ഇതാണ് എനിക്ക് മറ്റേ സ്റ്റുഡിയോത്തെ ഓർമ്മയായിരുന്നു. പക്ഷെ അതിൽ വീണ്ടും അടിയൊക്കെ വീണ് കഴിഞ്ഞ് അടുത്ത. പക്ഷെ ഇതിൽ വെള്ളമാണ് ഉള്ളത്, അത് വേറെ കാര്യം. ഇനി അവിടെ അടുത്ത ആരുള്ളത്? സ്കൈക്ക് ഇപ്പോൾ പണി കിട്ടാണാവോ? എന്താവോ എന്തോ നമുക്ക്. പക്ഷെ വിഷയമില്ല, കുറെ വീടിൻ്റെ അഡ്വഞ്ചർ ആയിരുന്നു.
ക്ലാസ്സിൽ നടന്നു പോകുന്നവരൊക്കെ ഷോടി നിൽക്കാൻ പറ്റി അല്ല പിന്നെ നമ്മളടുത്ത് പക്ഷേ ഷോ നടക്കില്ല കേസ് കാരണം വി ആർ പീറോ കുറച്ച് കൂടിപ്പോയി അതിനോട്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് 100K ലൈക്സ് തരണം. നമ്മുടെ ടാർഗറ്റ് 1K ലൈക്സ് ആണ്. അപ്പോൾ ബൈ.